വീട്ടിൽ പട്ടിക്കൂടിന് ഉത്തമമായ സ്ഥാനം എവിടെ? നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കുള്ള വീടിനോട് തന്നെ ഒപ്പം നമ്മൾ അരുമ മൃഗങ്ങൾക്കായി വീട് നിർമ്മിച്ച് നൽകാറുണ്ട്. പ്രത്യേകിച്ച് നായ്ക്കളെ വളർത്തുവാനായി അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും നായ്ക്കളുടെ വലിപ്പം അനുസരിച്ചുമൊക്കെ അതിന് പ്രത്യേകം കൂട് നിർമ്മിക്കാറുണ്ട്. ഇതിന് ഏറ്റവും ഉത്തമമായ സ്ഥാനം എവിടെ? നായ്ക്കൾ വളർത്തുവാനായാലും കോഴികളെ വളർത്തുവാനായാലും ഏറ്റവും ഉത്തമമായ സ്ഥാനമായി പറയപ്പെടുന്നത് വൃശ്ചികം രാശിയും പടിഞ്ഞാറ് ദിക്കിലിൻ്റെ മധ്യഭാഗത്തു നിന്നും സ്വല്പം വടക്കോട്ട് മാറിയും മകരൻ രാശി അതായത് വടക്ക് ദിക്കിൻ്റെ പകുതി കഴിഞ്ഞ് പടിഞ്ഞാറേക്ക് മാറിയുമായിട്ടുള്ള സ്ഥാനമാണ് നായ്ക്കളെ വളർത്തുവാനുള്ള കൂട് നിർമ്മിക്കുവാനായി ഏറ്റവും ഉത്തമമായ സ്ഥാനമായി പറയപ്പെടുന്നത്. നായ്ക്കളുടെ കൂട് മിക്കവാറുമൊക്കെ അത് വൃത്തിഹീനമായി അതിൽ നിന്നും നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. തന്മൂലം അത് നമ്മളുടെ വീടിനെ ബാധിക്കാത്ത രീതിയിൽ നിർമ്മിക്കുമ്പോൾ വൃശ്ചികൻ രാശിയോ മകരൻ രാശിയോ സ്ഥാനമായി എടുത്ത് അവിടെ ശ്വാനഗൃഹം നിർമ്മിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായി കണ്ടുവരുന്നത്. ആ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ വീട്ടിൽ നിന്നും പരമാവധി അകലം പാലിച്ചുകൊണ്ട് നിർമ്മിക്കുക. പലപ്പോഴും വീടിൻ്റെ പുറം മതിലിനോട് ചേർന്ന് കോണുകൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ ശ്വാനഗൃഹം പട്ടിക്കൂട് നിർമ്മിക്കുന്നതായി കണ്ടുവരുന്നു. അപ്പോൾ പുറം മതിലിനോട് ചേർന്ന് കോണുകളിലേക്ക് പട്ടിക്കൂട് നിർമ്മിച്ചിട്ടുള്ള വീടുകളിലൊക്കെ ആ പട്ടിക്ക് ആയുസ് കുറയുന്നതായി കണ്ടുവരുന്നു. ആ പട്ടി ആ കൂടുകളിൽ അധികം വാഴാറില്ല. പ്രത്യേകിച്ച് 2 കോണുകൾ ചേരുന്ന മൂലകൾ വരുന്ന ഭാഗങ്ങളിൽ നിർമ്മിക്കുമ്പോൾ അത് പിശാച വീതികളിലായി മാറാറുണ്ട് ആ പട്ടിക്കൂടിൻ്റെ സ്ഥാനം. അങ്ങനെയുള്ള കൂടുകളിൽ പട്ടികൾക്ക് ആയുസ് ആരോഗ്യമൊക്കെ താരതമ്യേന കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നു. പരമാവധി കോണുകൾ ഒഴിവാക്കിക്കൊണ്ടും വൃശ്ചികം മകരം രാശിയിലുമായി ശ്വാനഗൃഹം നിർമ്മിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.